സംഘടനകൾ ഒഴിവാക്കി ആശയപരമായ സംഘടനകളും സമരങ്ങളുമാണ് നടത്തുന്നത്. ഐഡിയോളജിക്കൽ ക്ലാഷ് നടക്കട്ടെ, ഫിസിക്കലായിട്ടുള്ള ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ബിജെപിയുടെ അഭിപ്രായം. You said you will not do any post-mortem on your imprisonment. Any book you're planning? You're planning any book to write? Yes. About what? What I mean? Within one year, 10 months. On this entire Autobiography. Autobiography includes from what? From childhood or the date of? Yes, from childhood. Especially about jail life. Now in Nandigram, many Muslims are being killed by. What is the PDP stand now? PDP has not said anything. I think you are back. Standing in your back. Deshampani reporter. നന്ദിഗ്രാമിൽ കുറെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ അവിടുത്തെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഖേദകരമായ കാര്യങ്ങളാണ്, ആവർത്തിക്കപ്പെട്ടുകൂടാത്ത കാര്യങ്ങളാണെന്ന്. സാർ ജയിലിന് പോകുന്നതിന് മുമ്പ് മോർ അഗ്രസീവ് ആയിരുന്നു, ഇപ്പോൾ കുറേ സൈലന്റ് ആയിരുന്നു. എന്തുകൊണ്ട് അതിന്റെ ആ മാറ്റങ്ങൾ? 10 കൊല്ലം ജയിലിലിരുന്നാൽ തന്നെ ഒരാൾ സൈലന്റ് ആവും. ഒന്നെങ്കിൽ അഗ്രസീവ് ആവും, അല്ലെങ്കിൽ സൈലന്റ് ആവും. എന്താണ്, ഒരാൾ ജയിലിലിരുന്നാൽ ഒന്നിലും വലിയ ക്രിമിനൽ ആവും, അതല്ലെങ്കിൽ വളരെ സൈലന്റ് ആവും. ഇത് രണ്ടാമത്തതാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് കെട്ടിക്കും. ജയിലിൽ പോകുന്നതിന് മുമ്പ് വളരെ അഗ്രസീവാന്ന് പറയുന്നത് PDPന്റെ ഡെവലപ്മെന്റ്, ആ ഫാസ്റ്റ് ഡെവലപ്മെന്റിന് അതിന് അവരുടെ ഒരു അഗ്രസീവ് ആയിരുന്ന അപ്രോച്ച് ആയിരുന്നു റീസൺ എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അഗ്രസീവായ അപ്രോച്ച് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഞാൻ അന്ന് കുറച്ചുകൂടെ ഹെൽത്ത് ഉണ്ടായിരുന്നു, ഒരു 110 kg തൂക്കം ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നന്നായി പ്രസംഗിക്കുകയും കുറച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പൊ വളരെ വീക്കായി, ഫിസിക്കലായിട്ട് വളരെ വീക്കായി. 10 കൊല്ലം ജയിലിലിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട കുറെ ചേഞ്ചുകൾ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൂടെ ശാന്തമായതാണ് ഇന്ത്യൻ സിറ്റുവേഷനിൽ ഒരു ശാന്തമായ മുന്നേറ്റമാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം, നിലവിലെ അഭിപ്രായം. ശാന്തം എന്ന് പറയുന്നതിന് അർത്ഥം കീഴടങ്ങലെന്നല്ല. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ള ഒരു കുറെ കൂടി സന്തോഷവും സ്നേഹവും പരസ്പരം സൗഹാർദ്ദവും ഒക്കെ ആയിട്ട് പോകലാണ് നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം. മുമ്പും ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടില്ല. അന്ന് പക്ഷേ പല പ്രശ്നങ്ങളും അവതരിപ്പിക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്ട്രോങ് ഇപ്പൊ കുറച്ച് കുറച്ചിട്ടുണ്ട്.